100 വീടുകളാണ് വെച്ച് നൽകുക എന്ന് പറഞ്ഞിരുന്നു. അത് AICCയുടെ കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ലാൻഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതുവരെ നടന്നത്. 3 പ്ലോട്ടുകളാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിലൊരു പ്ലോട്ടിന്റെ എല്ലാ രീതിയിലുള്ള കൈമാറ്റം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ ലീഗലായിട്ടുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ച് അതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ആ പ്ലോട്ടിൽ ആരംഭിക്കാൻ. അപ്പോൾ ആ പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ മാസം തന്നെ AICC നേതൃത്വവുമായി ബന്ധപ്പെട്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് നിയോജകമണ്ഡലമാണ്, അവരുമായിട്ടും ബന്ധപ്പെട്ടതിന് ശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 100 വീടുകളിൽ ഈ ഫസ്റ്റ് ഞങ്ങൾ കണ്ടെത്തിയ പ്ലോട്ട് ഏതാണ്ട് 5.6 ഏക്കറാണ്. അതായത് 5 ഏക്കർ 60 സെന്റ് സ്ഥലമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് അവിടെ വീടുകളുടെ പ്രവർത്തനം തുടങ്ങാൻ കഴിയും. മറ്റു കാര്യങ്ങളൊക്കെ KPCCയുമായി ആലോചിച്ച് അതുപോലെ AICCയുമായി ആലോചിച്ച് ഞങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങാൻ കഴിയും. KPCCയാണ് അതിന്റെ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ടുള്ളത്. അതിന്റെ വ്യക്തമായി പിന്നീട് പറയുന്നത്. അതിനകത്തൊരു ആപ്പ് ഉണ്ട്. ആപ്പിനകത്ത് തന്നെ ഞങ്ങൾ കളക്ട് ചെയ്ത ഫണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആപ്പ് ആർക്കും കിട്ടാവുന്ന ഒന്നാണ്. ഇപ്പോഴും ആപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ ഫണ്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്, അത് തെറ്റണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ KPCCയുടെ ആപ്പ് ഉണ്ട്. ആപ്പിനകത്ത് അതുണ്ട്. ഇതിനൊപ്പം തന്നെ യൂത്ത് ഫണ്ട് പിരിവ് നടത്തി. അപ്പൊ അത് ആ വീട് ഈ പറഞ്ഞ 100 വീടിലാണോ ഈ 30 വീടുകൾ വരുന്നത്? ഒന്നിച്ചാണോ? ഞങ്ങൾ ആലോചിച്ചില്ല. അത് ഓൾറെഡി വലിയൊരു ആരോപണങ്ങൾ നേരിട്ടുണ്ട്. 1.24 കോടി ശേഖരിച്ചു. ഇതുവരെ അതിനെപ്പറ്റി യാതൊരു കണക്കുകളും പുറത്തു കൊടുത്തില്ല എന്ന് വലിയ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ. ആർക്കാണുള്ളത്? ഒരു കാര്യം സോഷ്യൽ മീഡിയ മാധ്യമം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം വിട്ടുപോയി. കോൺഗ്രസിലെ കാര്യങ്ങളിൽ അവസാന വാക്ക് മാധ്യമങ്ങളാകുന്നത് പ്രയാസകരമാണ്. ഇപ്പോൾ ഒരു ചാനൽ ഞാൻ പേര് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങളെ സ്ഥാനാർത്ഥികളെ അങ്ങ് നിശ്ചയിച്ചു കഴിഞ്ഞു. അതിൽ അനിൽകുമാർ ഉണ്ട്, സണ്ണി ജോസഫിൽ, അതാ എന്റെ പരിഭവം. അനിൽകുമാറിൽ ലിജു PC വിഷ്ണുവാണ് KPC പ്രസിഡന്റ് ഒഴിവാക്കി. അത് ഞങ്ങൾ അതൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയും. ഞങ്ങൾ ഒന്നാമത് തന്നെ സർക്കാരാണ് അതിന്റെ സ്ഥലം അലോട്ട് ചെയ്യേണ്ടത്. സർക്കാർ സ്ഥലം അലോട്ട് ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ സ്ഥലം കണ്ടെത്തേണ്ടതായിട്ട് തോന്നുന്നു. അത് കോമൺ ആയിട്ട് യോഗം പിടിച്ചിരുന്നു. VD സതീശൻ അടക്കം പ്രതിപക്ഷ നേതാവ്, വ്യവസായികൾ, സംരംഭകര് ഇതുമായി സഹകരിക്കുന്നവരെ യോഗം പിടിച്ചു. മറ്റേ എസ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ എസ്റ്റേറ്റ് ഏറ്റെടുത്ത ശേഷം പൊതുവായിട്ടാണ് സർക്കാർ അത് നടത്തുന്നത്. ആ സ്ഥലം അവിടെ അനുവദിക്കുന്നു. അതിലാണ് നമ്മൾ കൊടുക്കുന്ന ഡൊണേഷൻ ഉപയോഗിച്ചാണ് വീട് നിർമ്മിക്കുന്നത്. അപ്പൊ അതിനകത്ത് സ്ഥലം അനുവദിച്ചില്ല. ഇവിടെയാണ് അപേക്ഷ നൽകിയത്. ഈ യോഗത്തിൽ യൂത്ത് കോൺഗ്രസോ പങ്കെടുത്തിരുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് എന്താ അഭിപ്രായമാണ് പറഞ്ഞത്? അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്, ചുമതലയുള്ള മന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ പുറത്തു പേപ്പറിൽ വന്നിട്ടുണ്ടല്ലോ. കോൺഗ്രസ് ആവശ്യപ്പെട്ടത് 2 അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. സർക്കാർ സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അറിയാൻ സർക്കാർ എല്ലാ പൈസയും സർക്കാരിലേക്ക് മേടിച്ചു കൊടുക്കാനുള്ള തീരുമാനം എടുത്തത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം സുതാര്യതയോടെ അവിടെ പറഞ്ഞ വാക്ക് പാലിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ നടപടിയാണ് പല്ലേട്ടൻ പറഞ്ഞത്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടതിനകത്ത് സംശയമില്ല. മാത്രമല്ല, അക്കൗണ്ടിനെ സംബന്ധിച്ച് ആരോട് സൂചിപ്പിച്ചു, അതിനുവേണ്ടി ശേഖരിച്ച രൂപയിൽ നിന്ന് 1 നയാ പൈസ പോലും മറ്റൊരാവശ്യത്തിനും എടുത്തിട്ടുമില്ല, ഇതുവരെ അതിൽ തൊട്ടിട്ടുമില്ല. സ്ഥലം എപ്പോൾ ലഭിക്കുന്നോ ആ പൈസ മുഴുവൻ ഈ കാര്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നലെയും പറഞ്ഞതാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രേഖകൾ പ്രകാരം അതിന്റെ രേഖകളുടെ സഹായത്തോടെ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞതിന്റെ വ്യക്തത വരുന്നത് സർക്കാരുമായി സഹകരിച്ചല്ല, പ്രത്യേകിച്ച് ഭൂമി കണ്ടെത്തി അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും അതിന് സർക്കാരിന്റെ മനോഭാവത്തെ കൂടി ആശ്രയിച്ചിരിക്കും. തുടങ്ങിയ സമയത്ത് അനുവദിക്കണമെന്ന് സർക്കാരിന്റെ മുമ്പിൽ ആവശ്യം. ഞങ്ങൾ കരുതിയിരുന്നത് വീടുകളുടെ സ്പോൺസറിന്റെ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ വെലങ്ങാട് MP എന്നുള്ള നിലയിൽ വീട് നിർമ്മിച്ചു കൊടുക്കും. അപ്പൊ അവിടെ ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങി. അവിടെ ഒന്നും സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് ആർക്കും വെലങ്ങാട് ഉൾപ്പെടെ കിട്ടിയിട്ടില്ല. എന്നിട്ടിപ്പോ ഞങ്ങൾ തന്നെ സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങി. നമ്മൾ തറക്കല്ലിട്ടിട്ട് നമ്മൾ തന്നെ പൈസ കണ്ടെത്തിയിട്ട് ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങുക. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കും.
യോഗം വിളിച്ചിരുന്നു. മുഖ്യമന്ത്രി യോഗം വിളിച്ചതെല്ലാം സർക്കാരിലേക്ക് തരണം ഞാൻ എന്ന് പറയാൻ പറയട്ടെ. വേണ്ടിയാണല്ലോ. അല്ല, യോഗത്തിന്റെ തീരുമാനം എന്താ, എല്ലാം ഞങ്ങൾക്ക് തരണം എന്ന് പറയാൻ വേണ്ടിയാണല്ലോ യോഗം വിളിക്കുന്നത്. ഈ ജനങ്ങൾ കൊടുത്ത 720 കോടി രൂപ സർക്കാർ കയ്യിൽ വെച്ചിട്ട് ഇന്നേ വരെ ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനം സർക്കാർ എന്നാ തുടങ്ങിയത്? നിങ്ങൾ യൂത്ത് കോൺഗ്രസിനോട് ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. സർക്കാർ എന്നാ തുടങ്ങിയത്? മാത്രമല്ല സർക്കാർ സംവിധാനം മുഴുവൻ കയ്യിലുണ്ട്. സർക്കാർ ഉദ്ദേശിക്കുന്ന ആദ്യം മുതലേ പൂർണ്ണമായി കോൺഗ്രസും UDF-ഉം ഈ ഒരു കാര്യത്തിൽ സഹകരിച്ചാണ്. പക്ഷെ ഓരോ ഘട്ടങ്ങളിലായിട്ട് മുഖ്യമന്ത്രി ഇത് മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. എത്ര രൂപയാണ് നൽകാൻ പോകുന്നത്, അതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറഞ്ഞത് അവരിൽ ലാൻഡ് കണ്ടെത്തും, ഞങ്ങൾ പണം അവിടെ കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഗവൺമെന്റിന് ഇഷ്ടമുള്ള ഏജൻസിക്ക് അവർ പണം കൊടുക്കുന്നു, ആ ഏജൻസി വർക്ക് നടത്തുക എന്നാണ് പറഞ്ഞിരുന്നത്. ആ രീതിയിലാണ് വന്നത്. അപ്പോൾ പണം മുഴുവൻ അവിടെ ഗവൺമെന്റിലേക്ക് അടക്കുക, ഗവൺമെന്റ് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക എന്നുള്ള രീതി വന്നപ്പോഴാണ് UDF സ്വന്തമായി തന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ച വീട് എത്രയാണോ, മുസ്ലിം ലീഗ് ഇതിനകം തന്നെ മാതൃകാപരമായിട്ട് തന്നെ സ്ഥലം കണ്ടെത്തി പ്രവൃത്തി ആരംഭിച്ചു. ഞങ്ങളിപ്പോൾ സ്ഥലം കണ്ടെത്തി അതിന്റെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കും.